നമ്മൾ ഈ ആത്മഹത്യ ഒന്നും പരിഹാരമല്ല എന്ന് എപ്പോഴും പറയാറുണ്ട്. അത് സങ്കടകരമാവണ്ണം എല്ലാ ദിവസവും ആത്മഹത്യകൾ സംഭവിക്കാറുണ്ട്. ഒരു തദ്ദേശ സീറ്റിന്റെ പേരിലൊക്കെ ആത്മഹത്യ എന്ന് പറയുന്നത് എന്തൊരു സങ്കടമാണ്. അലക്സ് ദാ ആത്മഹത്യയെക്കുറിച്ച് ഏറ്റവും ഒടുവിൽ പറയുന്നത് ഇങ്ങനെയാണ്. ആത്മഹത്യക്കുറിപ്പല്ല, ആത്മഹത്യ സന്ദേശം. എൻ്റെ ഭൗതിക ശരീരം എവിടെ കൊണ്ട് കുഴിച്ചിട്ടാലും സാരമില്ല, പക്ഷേ BJP പ്രവർത്തകരും RSS പ്രവർത്തകരും ആ ഭൗതിക ശരീരം കാണാൻ പോലും അനുവദിക്കരുതെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഞാനൊരു RSSകാരനായി ജീവിച്ചിരുന്നതാണ്. ഈ മരണത്തിന് തൊട്ട് മുമ്പ് വരെയും ഞാനൊരു RSS പ്രവർത്തകനായി മാത്രമാണ് ജീവിച്ചിരുന്നത്. അതുതന്നെയാണ് എനിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇനിയും ഒരാൾക്കും ഇത്തരത്തിലൊരു ഗതി ഉണ്ടാവരുതെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു നിർത്തുന്നു. ആനന്ദ് കെ തമ്പി എന്നാണ് ആത്മഹത്യ സന്ദേശം അവസാനിക്കുന്നത്. നോക്കൂ, അങ്ങേയറ്റം നിരാശയുടെയും അങ്ങേയറ്റം സങ്കടത്തിൻ്റെയും വേദനയുടെയും ഒക്കെ ഭാഷാ വാക്കുകളിൽ വ്യക്തമാണ്. അലക്സ്, അവിടുത്തെ RSS BJP നേതൃത്വം പറയുന്നത് എന്താണ്? ഇപ്പം BJP ജില്ലാധ്യക്ഷൻ പറയുന്നത് അങ്ങനെ ഒരാളെ അറിയില്ലെന്നും അങ്ങനെ ഒരാൾ പട്ടികയൊന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ആ വിശദീകരണം മതിയാവില്ല ഈ ആത്മഹത്യാ സന്ദേശത്തിന്. അലക്സ്, ഹാഷ്മി, BJPയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലല്ല തൃക്കണ്ണാപുരം സീറ്റ് പ്രഖ്യാപിച്ചത്, തൃക്കണ്ണാപുരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്നെ തൃക്കണ്ണാപുരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു. മനോജ് കുമാറിനെയാണ് തൃക്കണ്ണാപുരത്ത് BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ആ സമയം മുതൽ തന്നെ ആനന്ദ് കെ തമ്പിക്ക് അതുമായി ബന്ധപ്പെട്ട അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിവരം. അതുകൊണ്ടാണ് അദ്ദേഹം വിമത സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. സ്വതന്ത്രനായി തൃക്കണ്ണാപുരത്ത് മത്സരിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. അത്തരത്തിൽ പോസ്റ്ററുകൾ ഇറക്കി തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു. ആ ഘട്ടത്തിൽ RSSന്റെ ഭാഗത്തുനിന്നും BJPയുടെ ഭാഗത്തു നിന്നും ഒരു ആശയവിനിമയം അദ്ദേഹവുമായി നടത്തുകയും ആ വിഷയം ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ശ്രമം, ആ തരത്തിലൊരു ശ്രമം BJPയുടെ ഭാഗത്തു നിന്ന് RSSന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്തു. പക്ഷെ അതിനുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഈ കുഴപ്പിക്കുന്ന കാര്യം. അദ്ദേഹത്തെ അങ്ങനെ മനോവിഷമത്തിലാക്കി എന്തു കാര്യമാണ് അതിനുള്ളിൽ നടന്നത് എന്നുള്ളതാണ് വിഷമിപ്പിക്കുന്ന കാര്യം. ആ കാര്യമാണ് അറിയേണ്ടത്. ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തുക്കൾക്കും അതുപോലെ അദ്ദേഹവുമായി അടുപ്പമുള്ളവർക്കും പ്രതികരിക്കാനുണ്ടാകും. അവർ ഇതുവരെ പ്രതികരിച്ചില്ല, പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം BJPയുടെ ജില്ലാ നേതൃത്വം നൽകുന്ന ഈ വിശദീകരണം പോരാ, മതിയാവാതെ വരും. ഇതിൽ പിടിച്ചു നിൽക്കാൻ, കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അത് മാത്രമല്ല ഒരു ജീവനാണ് ഇത്തരത്തിൽ ഒരു ചെറിയ കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡ് ഡിവിഷൻ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ മനനൊന്ത് ആത്മഹത്യ ചെയ്യുന്നതെന്നൊന്നും അത് അംഗീകരിക്കാനെന്നല്ല, അത് നമുക്ക് അങ്ങനെ പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മനുഷ്യർ അങ്ങനെ ചിന്തിക്കരുത് എന്നുള്ളതാണ് നമ്മൾ സ്വാഭാവികമായി പറഞ്ഞത്. പക്ഷേ ഈ ഒരു ചെറിയ കാര്യത്തിന് പോലും അദ്ദേഹം അങ്ങനെ ഒരു കടുങ്കയിലേക്ക് കടന്നത് എന്ത്, അദ്ദേഹത്തെ അത്രയ്ക്ക് വിഷമിപ്പിച്ച കാര്യം എന്താണെന്നുള്ളത് സ്വാഭാവികമായി അറിയേണ്ടി വരും. ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒരുപക്ഷെ അദ്ദേഹവുമായി അടുത്ത ഉറ്റ സുഹൃത്തുക്കൾക്കായിരിക്കും ആ പ്രതികരണങ്ങൾ നടത്താൻ സാധിക്കുക. അവരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. വിളിച്ചിട്ട് അവർ ഈ ഒരു വിഷമത്തിലും വേദനയിലും ഒക്കെയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് കൂടുതൽ സുഹൃത്തുക്കൾ, കെ തമ്പിയുടെ സുഹൃത്തുക്കൾ കൂടുതലായി ഇവിടേക്ക് വരുന്നുണ്ട്. തിരുമലയിൽ അദ്ദേഹം ഈ അടുത്തിടെ ഒരു ബിസിനസ് സംരംഭം കൂടി തുടങ്ങി. അതായത് ഒരു BJP പ്രവർത്തകരിൽ നിന്ന് തന്നെ ഒരു ബിസിനസ് സംരംഭം അദ്ദേഹം അതിൻ്റെ സജീവ ജോലികളും മറ്റു കാര്യങ്ങളുമൊക്കെ അദ്ദേഹം മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. അദ്ദേഹം ഏറെ പ്രതീക്ഷിച്ചിരുന്നു, ഈ സീറ്റിൽ മത്സരിക്കാനാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. സജീവമായി തന്നെ പഠനകാലത്തടക്കം ABVPയിലും അതുപോലെ RSSലുമൊക്കെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. RSSന്റെ വിവിധ ചുമതലകൾ അത് ആ വാർഡുമായി ബന്ധപ്പെട്ട് തൃക്കണ്ണാപുരം തിരുമല മേഖലയുമായി ബന്ധപ്പെട്ട് വഹിച്ചിരുന്ന ആളാണ്. വളരെ സജീവ പ്രവർത്തകനാണെന്ന് ഈ പറഞ്ഞ വാട്സാപ്പ് സന്ദേശം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.